ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ബിഗിനേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് കൂൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഗണേശ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫുൾ കവർ ചെയ്തിട്ടാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ഫുൾ കവർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോഴൊക്കെ ഗണേശ കുറച്ച് ലൂസായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേക്കിൽ കൊടുക്കുമ്പോൾ നമുക്കത് എന്താ പറയുക ഫിനിഷിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കേക്കിനെ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് ടൈം നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെറ്റാവും. അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ ഒരു ഹാഫ് അവർ വെച്ചാൽ മതി, ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. പിന്നെ അതുപോലെ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഫ്രീസറിൽ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ കേക്ക് ഹാർഡായി പോകില്ലേ എന്നുള്ളത്. അത് ഹാർഡാവുന്നില്ല കേട്ടോ. അതിന് മാത്രം ടൈമൊന്നും നമ്മൾ കൊടുക്കണില്ല, ഹാഫ് അവറല്ലേ വെക്കണുള്ളൂ. അപ്പോൾ ഞാനിത് നൈഫ് ഡിസൈൻ മുകളിൽ കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിലായിട്ട്. പിന്നെ ഞാനത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ലിലാക്ക് എന്ന് പറഞ്ഞ കളറും കുറച്ച് പിങ്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത്. കുറച്ചൊരു നല്ല പർപ്പിളും ലാവൻഡറും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് ഭാഗത്ത് നിന്നും താഴോട്ട് ഞാൻ ആ ഒരു കളറിന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം താഴെ ഭാഗത്തായിട്ട് വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ക്രീം വെച്ചിട്ട് കൊടുത്തു. പിന്നെ അതിന് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയുക വരുന്ന രീതിയിൽ സ്പ്രെഡായി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പ് ഒന്ന് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു നൈഫ് ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഇത് റഫായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് കൊടുത്തിട്ട് വീണ്ടും സൈഡ് ഭാഗം ഒന്നും കൂടി ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ബേസ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പം ബേസ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റോസ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത് കേക്ക് വന്നിട്ടുള്ളത് ലാവൻഡറും പർപ്പിൾ കളറും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഫ്ലവർ കൊടുത്തിട്ടുള്ളത് ലിലാക്ക് കളറും ഗ്രേപ്പ് വയലറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ നോസിൽ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തത്. അങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് ഇപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 2-3 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം ഓപ്പൺ നോസിലില്ലാതെ പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ടാണ് ലീഫ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ പേര് എഴുതാണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 1 kg ഒരു ടോൾ കേക്കാണ്. 1 kg 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ടോൾ കേക്ക് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് കേക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് ഐസിങ് ചെയ്തിട്ട് ഉള്ളിലെല്ലാം നല്ല രീതിയിൽ സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോൾ കേക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇതിന് ഓവർ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. നൈഫ് എന്താ പറയുക സ്ക്രാപ്പർ വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. വേവ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഒരുപാട് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്ലോഡിങ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ കാരണം എനിക്ക് ലേറ്റായി പോയതാണ്. ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാത്തിനും ഒരു മടിയായി വന്നിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഒക്കെ ഒരു മടി വന്ന പോലെ, എല്ലാത്തിനും ഒന്ന് ബാക്കിലോട്ട് നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇതിപ്പോൾ ബ്രദറിൻ്റെ മോളെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അത് വൈകിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേക്കാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫയർ കേക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഐസിങ് ആണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ അത്രയും മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊരു മടിയൊക്കെ കാരണം അപ്ലോഡിങ് ലേറ്റായി പോയതാണ്. പിന്നെ അതാ അതിൻ്റെ ശേഷം ആ കേക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 2 ഡ്രീം കേക്ക് ഉണ്ട്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തെ ഡെക്കറേഷനാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി വീഡിയോസ് ഒരുപാട് വന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്നിച്ച് വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ എല്ലാം സെറ്റായി, ഗണേശെല്ലാം സെറ്റായതിൻ്റെ ശേഷം മുകളിലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴും ഈ ഒരു ഡ്രീം കേക്ക് ഓർഡർ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോഴത്തെ വീഡിയോ അല്ല, അന്ന് ഡ്രീം കേക്ക് കുറേശ്ശെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ഇല്ല കേട്ടോ. വല്ലപ്പോഴും വന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആദ്യമൊക്കെ എപ്പോഴും നമുക്ക് ഇത് സ്റ്റോക്ക് ചെയ്യും. അതായത് 5 എണ്ണം ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് വല്ലപ്പോഴും വരാറുള്ളൂ. ഓർഡർ വന്നാൽ വന്നു. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേ ദിവസത്തെ വർക്കാണ് കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നത്. ഇത് 2 kg സ്ക്വയർ കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് വാനിലയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഐസ് ബ്ലൂ ആണ്. ഐസ് ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. എഡ്ജെല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 kg കേക്ക് ചെയ്തിട്ടുള്ളത് 10 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലാണ്.
പിന്നെ അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഈ ഒരു നൈഫ് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നൈഫ് ഡിസൈൻ ഈ ഒരു ഡിസൈനും മെയിനായിട്ട് കൊടുക്കുന്നത് ഫിനിഷിങ് കൂടുതലായിട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ട് അതിൻ്റെ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു വെറൈറ്റി ആവും ചെയ്യും, പിന്നെ ടൈമും ഒരുപാട് ലാഭമാണ്. അതിൻ്റെ ശേഷം ടോപ്പിലായിട്ട് താൻ നോസിൽ വർക്കാണ് ചെയ്യണത്. മറ്റേ എന്താ പറയുക, സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈൻസ്, സിമ്പിൾ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി താഴെ ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ടും കൂടി ഒരു ബോർഡർ കൊടുക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് ആ ഒരു ബോർഡർ കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ നോസിൽ ഡിസൈൻ വന്ന ഭാഗത്തായിട്ട് ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോ ലീഫ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീഫ് നോസിൽ വെച്ചിട്ടാണ് ലീഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ 1/2 kg ഹാർട്ട് ഷേപ്പ് കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ലൈറ്റ് ഷെയ്ഡിട്ട് കവർ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഹാർട്ടുകൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്കിൻ ടോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ക്രീം വെച്ചിട്ട് ഇതിനൊന്ന് എഡ്ജെല്ലാം ക്ലിയർ ആക്കിയിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് തന്നെ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് നെയിം വെച്ചിട്ടുള്ളത്. പിന്നെ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ലവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിലും സൈഡിലും ആയിട്ടും ഈ ഒരു ഡിസൈൻ തന്നെ വന്നിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് 1/2 kg വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ 1 kg ഒരു ഡ്രീം കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കേക്കും ഒന്നിച്ചിട്ട് ഡെലിവറി ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് പോണ സമയത്ത് ഇത് ഒന്നിച്ചിട്ട് പോവുകയാണ്. അത് കൊടുക്കാനുള്ളിടത്ത് കൊടുത്തതിൻ്റെ ശേഷം അവർ ജോലിക്ക് പോകും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുലാബി കേക്ക് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിയും കേട്ടോ. പിന്നെ നമുക്ക് പിറ്റേ ദിവസം കുറച്ച് മാക്രോൺസിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ ആ മാക്രോൺസും കൂടി തലേ ദിവസം തന്നെ ചെയ്ത് വെക്കണം. മാക്രോൺസ് പിന്നെ ഹറിബറി ആയിട്ട് ചെയ്യാൻ കഴിയില്ല, കുറച്ച് നേരത്തെ തന്നെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടി ഉണ്ട്. ആ ഒരു ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഫ്രീ ആവും. അപ്പോൾ ഈ ഒരു ഗുലാബി കേക്ക് വന്നിട്ടുള്ളത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ മിക്സ്ഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇത്താക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് മനസ്സിലിങ്ങനെ വരും കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് വരുന്ന ഡിസൈൻസ് ആവും. ചിലപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന ഡിസൈൻ ചെയ്യാമെന്ന് മനസ്സിൽ കിട്ടും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എത്ര തന്നെ ചെയ്താലും ആ ഒരു എന്താ പറയുക പെട്ടെന്ന് കിട്ടുമില്ല. പിന്നെ എങ്ങനെ ചെയ്യണം എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. എനിക്കിത് ഞാൻ വിചാരിച്ചത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ കവർ ചെയ്യേണ്ട ഒരു ഹാഫ് ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ മിക്സ്ഡ് കളറിൽ കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു ടോപ്പ് ഭാഗം മിക്സ്ഡ് ആക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല കേട്ടോ, മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പിന്നെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞ പിങ്ക് ഷെയ്ഡ് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളായിട്ട്. അപ്പോൾ പിന്നെ ആ ഡിസൈൻ മാറ്റിയിട്ട് ഇതുപോലെ താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് എന്താ പറയുക വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ചെയ്തപ്പോഴും ടോപ്പിലും ആ ഒരു ഡിസൈൻ തന്നെ ആക്കാം, മുകളിലും ടോപ്പിലും ആയിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ, താഴെ ഭാഗം പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു.
അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കൊടുത്തു. പിന്നെ അതൊന്നുകൂടി വലുതാക്കി നോക്കി, അപ്പോഴൊന്നും എനിക്കധികം ഭംഗി തോന്നണില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ ഈ ഒരു ഡിസൈനാക്കി മാറ്റി. ഫുള്ളായിട്ട് ആ കളറിന് താഴെ ഭാഗത്തും കൊടുത്തു. എന്നിട്ട് നൈഫ് വെച്ച് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു. പിന്നെ ടോപ്പിലായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ ഒരു ഡിസൈൻ ആയിട്ടുള്ള ആ ഒരു നൈഫ് ഡിസൈനും കൊടുത്തു. അതാണ് ടോപ്പ് ഫൈനൽ ലുക്ക്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഫ്രീ ആയതിൻ്റെ ശേഷം മാക്രോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്രോൺസ് ഫില്ലിങ്ങും എല്ലാം കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫില്ലിങ് നമുക്ക് സെയിൽ ചെയ്യണ സമയത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഫില്ലിങ് കൊടുത്തത് രാവിലെയാണ് കേട്ടോ. മാക്രോൺസിൻ്റെ ഷെല്ലെല്ലാം തലേദിവസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്റ്റോറി സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വീഡിയോസൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാനുള്ള ഒരു മൂഡൊന്നുമില്ല, എന്താണെന്നറിയില്ല, ഒരു മടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ കേക്കിൻ്റെ ഡെക്കറേഷൻസും വിശേഷങ്ങളും എല്ലാം അതിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്